2000-ൽ മെയ്യിൽ റിലീസ് ചെയ്ത ഖുഷി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം അതിൻ്റെ ഒരു സക്സസ്സിൽ നിൽക്കുന്ന ശേഷം വിജയുടെ റിലീസ് ചെയ്ത സിനിമയാണ് പ്രേമാണവളെ. അപ്പോൾ പ്രേമാണവൾ ശരിക്കും ഒരു തെലുങ്ക് സിനിമ, വെങ്കടേഷൊക്കെ അഭിനയിച്ച ഒരു തെലുങ്ക് സിനിമയുടെ റീമേക്കാണ്. ആ സിനിമയും അവിടെ എന്താ പറയുക ദീപാവലി സമയത്ത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ആ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡയറക്ടർ സെൽവഭാരതി അതിന് മുമ്പും വിജയനെ വെച്ചിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്, അതിനുശേഷവും ചെയ്തിട്ടുണ്ട്, വസീകര എന്ന് പറയുന്നൊരു സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ ശരിക്കും ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് എന്ന് പറയാം. അത് കുറച്ചുകൂടി ആ നായികയ്ക്കാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ അന്ന് വിജയ്ക്ക് ആ സിനിമ ചെയ്യാൻ ആദ്യം ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു. അന്ന് വിജയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖറാണ് അത് നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയുന്നത്. എസ് എ ചന്ദ്രശേഖർ ഈ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞതാണ്. കാരണം വിജയുടെ ഇതേപോലെ 1-2 സിനിമകളിൽ കഥ കേട്ടിട്ട് വിജയ്ക്ക് താല്പര്യക്കുറവ് വന്നപ്പോൾ എസ് എ ചന്ദ്രശേഖറാണ് പറഞ്ഞത് ഇത് ചെയ്യണം, ഇതെന്തായാലും ഷുവർ ഹിറ്റോ ഒരു ഹിറ്റ് സിനിമയുടെ ഭാഗമാവണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷൻ തന്നെയാണ് ശരിക്കും വിജയനെ കുറേ നാളുകൾ വിജയ് സ്റ്റാർ ആയതൊക്കെ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്.